ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവിടുത്തെ ശിഷ്യന്മാർ അങ്ങയിൽ വിശ്വസിച്ചു. യേശു കർത്താവ് ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി, എല്ലാവരും വാക്കൊന്ന് പറഞ്ഞ്, അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. എന്താണ് അവിടുത്തെ സംഭവം? വളരെ ഒരു മനുഷ്യ ജീവിതത്തിൽ ദൈവം ഇടപെട്ട കാര്യങ്ങളാണ് ഈ അടയാളങ്ങളിലെല്ലാം കാണുന്നത്. ദൈവം ഇടപെടുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഈ സൺഡേ സ്കൂളിൻ്റെയൊക്കെ പരീക്ഷയിൽ മുതിർന്ന കുട്ടികൾക്ക് ചോദ്യം, തീരെ കൊച്ചു മക്കൾക്ക് എഴുത്തല്ല പിന്നെന്താ ചോദ്യമാണ്. അപ്പം ഞങ്ങളുടെ ഒരു കൊച്ചന് അവന് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ അവനോട് ചോദിച്ചു, യേശു കർത്താവ് ഈ അടയാളങ്ങളിലാണ്, ഇവിടെ കാനാവിലല്ല ലാസറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് കർത്താവ് എന്താ ചെയ്തെന്ന് ചോദിച്ചു. അപ്പം അവൻ കുറേ നേരം നോക്കിയിട്ട് പറഞ്ഞു, എന്തോ ചെയ്യാൻ അങ്ങ് കയറി ഇടപെട്ടില്ലെന്ന് ചോദിച്ചു. അവന് ടീച്ചർ മാർക്കും കൊടുത്തു. ഇത്രയും സത്യമല്ലേ? യേശു കർത്താവ് അവിടെ ചെന്നിട്ട് എന്തോ ചെയ്തു? കയറി അങ്ങ് ഇടപെട്ടു. ഇതാണ് കർത്താവ് എപ്പോഴും ചെയ്യുക. കർത്താവ് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കർത്താവ് നമ്മുടെ പ്രശ്നങ്ങളിൽ എന്തു ചെയ്യും? ഇടപെടും എന്നുള്ളവർ, ഇടപെട്ട അനുഭവങ്ങളുള്ളവരെല്ലാം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ കർത്താവ് എന്തു ചെയ്യും? ഇടപെടുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇവിടെ പ്രശ്നത്തിൽ കർത്താവ് ഇടപെട്ടതാണ് നാം കാണുന്നത്. കാനാവിലെ ഒരു വീട്, ഒരു കല്യാണം ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കല്യാണം നമുക്കിത് ചിലപ്പോൾ ഇതെന്നും ഉണ്ടെങ്കിലും നടത്തപ്പെടുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഇതെന്നേ ഉള്ളൂ, ഒരിക്കലേ ഉള്ളൂ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമുണ്ട്, കല്യാണമൊക്കെ കഴിയുമ്പോൾ ഈ പിള്ളേരൊക്കെ ഇപ്പം ഈ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടി ഒത്തിരി സമയമെടുക്കും. കല്യാണ ശുശ്രൂഷയ്ക്ക് ധൃതി വെച്ചാലും പിന്നെ ഓഡിറ്റോറിയം വിടുമ്പോൾ 4 മണി 5 മണിയൊക്കെ ആകും ഫോട്ടോ എടുക്കുക. അപ്പം ധൃതി വെക്കും പ്രായമുള്ളവർ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ധൃതി വെക്കല്ലെന്ന്. എനിക്ക് പേടിയാണ്. കാരണം ഇവരുടെ ജീവിതത്തിൽ ഒറ്റ ദിവസമുള്ളൂ. അവരെന്തോ പറയാൻ പോകുന്നു നമുക്കറിയത്തില്ല. ചൂടായാൽ അങ്ങനെ ഒരാൾക്കൊരു അബദ്ധം പറ്റുന്നത് ഞാൻ കേട്ടു. ഒരാൾ കിടന്ന് അലച്ചപ്പോൾ അയാൾ ചെറുക്കം വന്ന് ചോദിച്ചു, ഇങ്ങനെ കഴിച്ചു. എന്നാൽ പിന്നെ നിന്നോട് താനും തന്നെ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതിലും ഭേദമാണ് ചോദിക്കാതിരിക്കുക. പിള്ളേരുടെ ഒരു ദിവസം കല്യാണം, എല്ലാവരുടെ ജീവിതത്തിൽ അവരവരുടെ കല്യാണം നടന്ന ദിവസം അതെല്ലാം ഓർമ്മകളുള്ളവരാണ്. എന്നാലും കല്യാണത്തിന് ഫോട്ടോ എടുക്കുന്നു, കല്യാണത്തിന് ഡ്രസ്സ് എടുക്കുന്നു. കല്യാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ, നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം, അവർ പറയുന്ന ആദ്യത്തെ മറുപടി നല്ല ഭക്ഷണമായിരുന്നു, അല്ല ഭക്ഷണം ശരിയല്ല. ശരിക്കും കല്യാണത്തിൻ്റെ ഒരു മെയിൻ ഒരു ഭാഗമെന്ന് പറയുന്നത് അവിടെ നടക്കുന്ന വിരുന്നാണ്, അല്ലേ? വിരുന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം വിരുന്ന് തികയാതെ പറഞ്ഞാൽ അത് നാണക്കേടല്ലേ? അതൊരു നിത്യ അപമാനം. നമ്മളെന്നും ഓർത്തിരിക്കും തികയാതെ വരിക. ഞാനൊരു കല്യാണത്തിന് ഒത്തിരി നാൾക്ക് മുമ്പ് പോയി. അത് വലിയ കല്യാണമായിരുന്നു. പക്ഷേ അവിടെ പറ്റിപ്പോയൊരു പ്രശ്നം, കേൾക്കത്തില്ലേ? കേൾക്കാമോ? പുറകെ കേൾക്കാമോ? ഓക്കെ. ഹലോ എല്ലാവർക്കും കേൾക്കാം സഹോദര? ഓക്കെ. അപ്പോൾ കേൾക്കത്തില്ലെങ്കിൽ പുറകെ തന്നെ ഒന്ന് കൈ കാണിച്ചാൽ മതിയേ. അപ്പോൾ ഓക്കെ, കല്യാണത്തിന് തികയാതെ വന്നപ്പോൾ അവർ വലിയൊരു കല്യാണമായിരുന്നു. പക്ഷെ തലേദിവസം ഒരു ബന്ദ് പ്രഖ്യാപിച്ചു. അപ്പോൾ അവരോർത്ത് ആരും വരത്തില്ലെന്ന് വെച്ചുകൊണ്ട് പകുതിയുടെ പകുതിയാക്കി എണ്ണം. പക്ഷേ എല്ലാവരും വണ്ടിയിൽ കല്യാണമെന്ന് എഴുതി ഒട്ടിച്ചാൽ കല്യാണത്തിന് വന്നു. കാരണം വീട്ടിൽ ഇരിക്കുകയല്ലേ. വന്നപ്പം ഭയങ്കര ആൾ, ആർക്കും കിട്ടിയില്ല. ഞാനും അമ്മയും ഉണ്ടായിരുന്നു, ഞങ്ങൾക്കും കിട്ടിയില്ല. ഒത്തിരി നാൾ കഴിഞ്ഞ് ഞാൻ ആ വീട്ടിലെ ഒരാളെ ഒരിടത്ത് വെച്ച് കണ്ടപ്പോൾ അമ്മയോട് പറഞ്ഞു ഇത് ഇന്നിടത്തെയാണ്. അമ്മ എടുത്ത വായി അവരോട് ചോദിച്ചു, ഇവരുടെ കല്യാണത്തിന് പോയപ്പോഴല്ലേ കിട്ടാതെ വന്നത്. അവരങ്ങ് ചമ്മി. ഞാൻ അമ്മയോട് പറഞ്ഞു വീട്ടിൽ വാ, ഞാൻ ബാക്കി പറയാമെന്ന് പറഞ്ഞു. അമ്മയോട് പറഞ്ഞാൽ മോശമായിപ്പോയി. ഈ പറഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. എന്നാലും അന്ന് കിട്ടാതെ പോയത് മനസ്സിൽ ഇരിപ്പുണ്ട്. അപ്പം കല്യാണത്തിന് കിട്ടാതെ വരുന്നൊരു സങ്കടമാണ് ഓർമ്മിക്കപ്പെടുന്ന. നമ്മളെല്ലാ മരിക്കുമ്പോഴും നമുക്കത് മറക്കാൻ പാടാം, അല്ലേ? കല്യാണത്തിന് ഭക്ഷണം തികയണം. പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ യഹൂദ സംസ്കാരത്തിലൊരു കാര്യമുണ്ട്, അത് മിച്ചം വരണം എന്നുള്ളതാണ്. മിച്ചം വന്നിട്ട് കളയത്തുമില്ല. 12 കൊട്ട എന്ത് ചെയ്തു? നിറച്ചെടുത്തിട്ട് കൊണ്ടുപോവുകയാണ്. അത് വലിയൊരു സംഭവമാണ് ഈ 12 കൊട്ട നിറച്ചെടുത്ത് കൊണ്ടുപോയത്. ഞങ്ങളുടെ
വീട്ടിൽ ഒത്തിരി കൺവെൻഷൻ നടന്നിട്ടുണ്ട്. ഒരു 65കളിൽ തുടങ്ങിയ ഒരു ശുശ്രൂഷകളും ഉണർവുമൊക്കെയാണ്. അപ്പോൾ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ആ സമയത്ത് ജീവിച്ചിരുന്ന ആ അനുഭവങ്ങൾക്ക് നേരിട്ട് സാക്ഷ്യം ഓർമ്മയോടെ വഹിച്ച എൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ട്. ബാക്കി എല്ലാവരും മരിച്ചു. അപ്പം അദ്ദേഹം അമേരിക്കയിലാണ്. ഇടയ്ക്ക് വന്ന് ഒത്തിരി കഥകൾ പറയും, അന്നത്തെ കഥകൾ. അതിലൊരു കഥ ഭയങ്കര രസമുള്ളൊരു കഥയായിരുന്നു. ഒരു സഞ്ചാര സുവിശേഷകൻ ഞങ്ങളുടെ നാട്ടിലൂടെ ഇങ്ങനെ പോവുകയാണ്. പിടിച്ച് മൈക്കിൽ കൂടെ ഒക്കെ പരസ്യവും നടത്തി. അപ്പോഴാണ് മുറ്റത്ത് കൺവെൻഷൻ നടക്കുന്നത്. അദ്ദേഹം അവിടെ വന്നു. അപ്പോൾ എൻ്റെ അപ്പച്ചൻ ചോദിച്ചു, കൺവെൻഷൻ അനുഗ്രഹത്തിനായിട്ട് ദൈവദാസൻ പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അതൊരു പ്രാർത്ഥനയായിരുന്നു. എൻ്റെ കർത്താവേ, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. ആ 5000 പോഷിപ്പിച്ചിട്ട് മിച്ചം വന്നത് എല്ലാം ഇവന്മാരെ നടത്തി പറക്കിപ്പിച്ച് അത് 12 കൊട്ടയാക്കി. ആ 12 കൊട്ട 12 അപ്പോസ്തലന്മാരുടെ തലയിലോട്ട് എടുത്തു വെച്ചിട്ട് പോടാ എന്ന് പറഞ്ഞ് കൊടുത്തു വിട്ട് 12 മുക്കവക്കുടിയിലെ കാത്തിരുന്ന പാവം പിടിച്ച പട്ടിണി നിറഞ്ഞ മുക്കവ പിള്ളേരുടെ പട്ടിണി മാറ്റി എൻ്റെ കർത്താവേ. എന്തൊരു പ്രാർത്ഥനയാണ്! 12 കൊട്ട നിറച്ചെടുത്ത് അത് 12 അപ്പോസ്തലന്മാരുടെ തലയിൽ വെച്ച് കൊടുത്ത് അത് 12 മുക്കവക്കുടിയിലോട്ട് അയച്ച് അവിടെ കാത്തിരുന്ന 12 മുക്കവക്കുടിയിലെ പാവം പിടിച്ച പിള്ളേരുടെ പട്ടിണി മാറ്റിയ കർത്താവേ. അപ്പം നമ്മുടെ കർത്താവ് മിച്ചം വരുത്തുന്ന കർത്താവാണ്. മിച്ചം വരുത്തി തൂക്കിക്കളയത്തില്ല. പക്ഷേ അതെല്ലാവർക്കും പങ്കുവയ്ക്കുന്ന ഒരു ക്രിസ്ത്യൻ കൾച്ചറുണ്ട്. യഹൂദ ക്രൈസ്തവ പാരമ്പര്യത്തിൽ, നമ്മുടെ പാരമ്പര്യത്തിൽ അങ്ങനെയാണ്. മിച്ചം വരുന്നതൊക്കെ അടുത്ത വീടുകളിലൊക്കെ എന്തു ചെയ്യും? കൊടുത്തു വിടും. ദൂരോട്ട് പോകുന്നതോട്ട് പറയും, ഇച്ചിരി നിങ്ങളെല്ലാവരും എന്തു ചെയ്യും? കൊണ്ടുപോകാൻ പറയും. അങ്ങനെ കൊണ്ടുപോകണം. അല്ലാതെ ഒരിക്കലും 1000 പേരെ വിളിച്ചിട്ട് 500 പേർക്ക് ഓർഡർ കൊടുത്തിട്ട് കാറ്ററിംഗുകാരൻ്റെ ദേഹത്ത് വഴക്കുണ്ടാക്കാൻ ചെല്ലല്ലേ. അവനെന്തോ ചെയ്യാൻ? മിച്ചം വരുന്നതാണ് ക്രൈസ്തവ സംസ്കാരം. ചിലങ്ങനെ ഉണ്ട്. നിങ്ങളെ ഇത്ര തന്നാൽ എത്ര കൂടെ കൊടുക്കാമെന്ന് ചോദിക്കും. എത്ര കൂടെ കൊടുക്കാമെന്നല്ല, എത്ര കൂടെ മിച്ചം വരും, കളയരുത്, അത് അടുത്ത വീടുകളിൽ കൊടുക്കണം. അതൊക്കെയാണ് ഒരു ക്രൈസ്തവ പാരമ്പര്യം. പക്ഷേ ഇവിടെ ഒരു അബദ്ധം പറ്റി. ഇവരുടെ കല്യാണം നടന്നു, എല്ലാം കഴിഞ്ഞു. പക്ഷേ ഭക്ഷണത്തിന് തികയാതെ വന്നു. നിത്യ ഒരു അപമാനവും നിത്യ ലജ്ജയുമാണ്. ഒരു ദിവസം കൊണ്ടല്ല കല്യാണം നടക്കുക. കല്യാണം വിളിക്കുന്നതിന് മുമ്പ് നമ്മളൊരു ലിസ്റ്റ് എടുക്കും. ആ ലിസ്റ്റ് കൂട്ടിയും കുറയ്ക്കും. പിന്നെ വിളിക്കും. അന്ന് വിളിക്കുന്നവൻ്റെ പേരെല്ലാം എന്തു ചെയ്യും? എഴുതി വെക്കും. എന്നിട്ട് എത്ര പേര് വരാൻ സാധ്യതയുണ്ടെന്ന് നോക്കും. കുടുംബമായി വരാൻ സാധ്യത എത്ര, ഒറ്റയ്ക്ക് വരാൻ സാധ്യത എത്ര, കൂട്ടിയും ഹരിച്ചും കുണിച്ചും എല്ലാവരും കൂടി ഇരുന്ന് കുറേ കണക്ക് കൂട്ടൊക്കെ കൂട്ടിയാണ് എണ്ണം എടുക്കുക. എണ്ണമൊക്കെ നോക്കിയാണ് ഓർഡർ കൊടുക്കുക, അല്ലേ? അങ്ങനെ ഒത്തിരി ചിന്തകളുണ്ട്, ഒത്തിരി കണക്കൂട്ടലുകളുണ്ട്. പക്ഷേ ഇവരൊത്തിരി കാര്യങ്ങൾ ചെയ്തെങ്കിലും ഇവിടെ കണക്കൂട്ടുകളെല്ലാം തെറ്റിപ്പോയി. സംഭവം തികയാതെ വന്നു. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, അവിടെ യേശു കർത്താവിൻ്റെ അമ്മയുണ്ടായിരുന്നു. അമ്മ ഈ വിവരം ആരോട് പറഞ്ഞു? യേശുവിനോട് പറഞ്ഞു. യേശു കർത്താവ് ഒറ്റ വാക്ക് പറഞ്ഞു, കോരി നിറപ്പീൻ, കൊണ്ടേ കൊടുപ്പീൻ. അത് കൊടുത്തപ്പോൾ അത് മേത്തരമായ വീഞ്ഞായിട്ട് മാറി. എന്താണ് യേശു ചെയ്ത ഒന്നാമത്തെ അടയാളം? മനുഷ്യജീവിതത്തിലെല്ലാം ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിക്കും. നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി നമ്മുടെ കണക്കുകളും കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ദുരന്തങ്ങളാകാം, അപ്രതീക്ഷിതമായ സംഭവങ്ങളാകാം പെട്ടെന്ന് കടന്നു വരാം. പക്ഷെ നമ്മുടെ കണക്കുകൾ തെറ്റുന്നിടത്ത് ഇടപെട്ട് അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. ഒത്തിരി ജീവിതത്തിൻ്റെ കണക്കുകളും തെറ്റാം. ചിലപ്പം എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ കണക്കുകൾ തെറ്റാം. ചിലപ്പം മക്കളെക്കുറിച്ചുള്ള കണക്കുകൾ തെറ്റാം. നമുക്ക് കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ വലിയ കണക്കുകൂട്ടലുകളാണ് എല്ലാ മനുഷ്യർക്കും ഉള്ളത്. അവൻ പഠിക്കട്ടെ, അവൻ എഞ്ചിനീയർ ആകട്ടെ, അപ്പോൾ അടുത്ത ആളെ അവൻ പഠിപ്പിച്ചോളും. അല്ലെ അവളിപ്പം നേഴ്സിങ്ങിന് പഠിക്കുക, ആ കുഞ്ഞ് പഠിച്ച് കഴിഞ്ഞാൽ ഒരു 2 വർഷം എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ അവൾ മെഡിക്കുക, OET IELTS ഒക്കെ എഴുതിക്കോളും, അവൾ പൊക്കോളും. കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോഴാണ് കണക്കുകളൊക്കെ തെറ്റുക. കാരണം ആ കുഞ്ഞ് കുരുങ്ങിപ്പോയ ഒരു പ്രണയക്കുരുക്ക്, അവനിടപെട്ട ഒരു വിഷയം, ഇതൊക്കെ പെട്ടെന്ന് മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ തകർക്കും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, എത്ര കണക്കുകൂട്ടുകൾ തകർന്നാലും നമ്മളിങ്ങനെ നിഷ്പ്രഭരായി പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് യേശു ഉണ്ടോ? അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ നടക്കാനിടയായിത്തീരും. ഇത് രാത്രി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണക്കുകൾ തെറ്റിയ മേഖലകളിലേക്ക് യേശു കർത്താവിനെ ക്ഷണിക്കുമ്പോൾ ഇന്ന് രാത്രി ഗലീലയിലെ കാനാവിൽ അടയാളങ്ങളുടെ ആരംഭമായി ചെയ്ത അടയാളം ഇന്നും കർത്താവ് നിർത്തിയിട്ടില്ല. ഇന്നും അടയാളങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നും 100 കണക്കിന് 1000 വീടുകളിലെ ആ കുറവുകൾ തീർത്തുകൊണ്ട് അവരുടെ ജീവിതത്തിലെ കണക്കുകൾ തെറ്റിയിടത്ത് ഇടപെട്ട് പരിഹരിച്ചുകൊണ്ട് യേശു കർത്താവ് അടയാളങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. കട്ടപ്പന ഈ ഹോളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കണക്കുകൾ തെറ്റിയിടത്തേക്ക് യേശു കർത്താവിനെ വ്യക്തിപരമായി ക്ഷണിച്ചാൽ ഈ രാത്രി കണക്കുകൾ തെറ്റിയിടത്ത് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അനുഭവിക്കാൻ കഴിയും. ഇരുകരങ്ങളും ശിരസിൻ്റെ മുകളിൽ ഉയർത്തി ചേർത്ത് കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ച്
നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് ഓരോരുത്തരും ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. രാത്രി കർത്താവ് അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത അടയാളങ്ങളുടെ ആരംഭമായി ചെയ്ത അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോഗ്യത്തെക്കുറിച്ചുള്ള കണക്കുകൾ പെട്ടെന്ന് തെറ്റാം. നിൽക്കുന്ന നിപ്പിലാണ് മനുഷ്യന് രോഗങ്ങൾ വരിക. നിൽക്കുന്ന നിപ്പിലാണ് മനുഷ്യൻ തളർന്നു പോകുന്നത്. നിൽക്കുന്ന നിൽപ്പിലാണ് അവരുടെ ദേഹത്തൊരു മുഴ വരുന്നത്. ബയോപ്സി, പിന്നൊക്കെ ട്രീറ്റ്മെൻറ്റ്, കീമോതെറാപ്പി, റേഡിയേഷൻ, മുടി പോകുന്നു, പ്രശ്നങ്ങൾ. നിൽക്കുന്ന നിപ്പിലാണ് കണക്കുകൾ തെറ്റുക. മനുഷ്യനൊക്കെ കണക്കുകളൊക്കെ തെറ്റിയാൽ എന്തു പോകും? ബിടെക്കാൻ പഠിക്കുന്നൊരു കുഞ്ഞിനെ ഞാൻ ഇന്ന് രാവിലെ കാണാൻ പോയി. അവൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു അസുഖം വന്നു. പക്ഷേ ആ അസുഖത്തിന് ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്തു. അവർ ആശുപത്രിയിൽ പോയി. പിന്നാണ് അറിയുന്നത് കിഡ്നി ഫെയിലായിപ്പോയി. ഇന്ന് ആഴ്ചയിൽ 3 ദിവസം ആഴ്ചയിൽ 3 ഡയാലിസിസ് ആയിട്ട് ആ എൻജിനീയറിങ് അവൻ്റെ പരീക്ഷ എഴുതാൻ ഒത്തില്ല. ഇപ്പോൾ ഏതാണ്ട് 28 വയസ്സോളമായി. ഡയാലിസിസ് ആഴ്ചയിൽ 3 വട്ടം ചെയ്യുന്നു. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. പക്ഷേ അവൻ്റെ പെങ്ങൾ അപ്പോൾ തന്നെ നേഴ്സിംഗ് കഴിഞ്ഞു. അവളെ പഠിപ്പിച്ചു. അവൾ നേഴ്സിംഗ് പൂർത്തീകരിച്ചു. വലിയ പ്രതീക്ഷയോടെ അവൾ മിടുക്കിയായിരുന്നു. പുറത്തൊക്കെ പോകുമ്പോൾ ഇവൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുമല്ലോ. കല്യാണം ഉറച്ചു. അവൾ ഗർഭിണിയായി. അവളുടെ പ്രസവത്തിന് വേണ്ടി പോയി. പ്രസവത്തിന് വേണ്ടി അമ്മ കൊണ്ടാക്കിയിട്ട് പുറത്തിരിക്കുമ്പോൾ നേഴ്സസ് വരുന്നു, ഡോക്ടർമാർ വരുന്നു, ഓടുന്നു. എന്താന്ന് ചോദിച്ചിട്ട് അവരൊന്നും പറഞ്ഞില്ല. ഇച്ചിരി കഴിഞ്ഞപ്പോൾ പ്രജ്ഞയറ്റ ബോഡിയാണ്. അവൾ മരിച്ചുപോയി. പ്രസവത്തോടു കൂടി കുഞ്ഞ് മരിച്ചു. ഒരു കുഞ്ഞ് ഡയാലിസിസ്. മനുഷ്യൻ്റെ പ്രതീക്ഷകളാണ്, കണക്കുകൂട്ടലുകളാണ് എല്ലാം തകർന്നു പോകുന്നത്. പക്ഷേ എനിക്കൊരു കർത്താവിനെ അറിയാം. എല്ലാ കണക്കൂട്ടലും തകരുമ്പോൾ മന്നം നടന്നു വരുന്ന ഒരു കർത്താവുണ്ട്. റിഖാന, ഹംദന, ശബന, ഹദന, റിഗന. ആ കർത്താവിനെ എനിക്ക് പരിചയപ്പെടുത്തുന്നതിൽ ഇടിക്കണ മണ്ണി ഇന്നുകൊണ്ട് പരിചയപ്പെടുത്തുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇന്ന് രാത്രി ആ കർത്താവ് ഓരോരുത്തരുടെയും കുടുംബത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയണം, എൻ്റെ കർത്താവ് ഇന്നിടത്താണ് എൻ്റെ കണക്ക് തെറ്റിയത്. അത് ജോലിയുടെ കണക്കായിരിക്കാം, വിദ്യാഭ്യാസത്തിൻ്റെ കണക്കായിരിക്കാം, കുടുംബ ജീവിതത്തിൻ്റെ കണക്കായിരിക്കാം. എന്തുമാത്രം പ്രതീക്ഷയോടെ ഓരോരുത്തരും ഒരു കുഞ്ഞിനെ കെട്ടിച്ചയക്കുന്നത്, എന്ത് പ്രതീക്ഷയോടെ ഒരു മകളെ ഒരു വീട്ടിലേക്ക് അയക്കുന്നത്. പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ അവിടെ കണ്ണീര് കാണുമ്പോൾ അപ്പനും അമ്മയ്ക്കും ഉറങ്ങാൻ കഴിയത്തില്ല. കണക്കുകൾ തെറ്റുകയാണ്. ആർക്കും ഇഷ്ടമില്ല. ഒരാൾ പോലും ഡിവോഴ്സ് ആകാൻ വേണ്ടി കല്യാണം കഴിക്കുന്നില്ല. പക്ഷേ കണക്കുകൾ തെറ്റുമ്പോൾ, നിവൃത്തിയില്ലാതെ വരുമ്പോൾ ചിലപ്പോൾ ആ ഒരു ചിന്തകളിലേക്കൊക്കെ പോകേണ്ടി വരും. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട്, ഡിവോഴ്സ് ആകാൻ വേണ്ടി തീരുമാനിച്ച ജീവിതങ്ങളിലേക്ക് യേശു കർത്താവ് വന്നപ്പോൾ അത്ഭുത മാറ്റങ്ങൾ നടക്കുന്നത്. ഡിവോഴ്സ് ആയവർ രണ്ടാമത് വീണ്ടും കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുന്നത്. ഇന്ന് രാത്രി യേശു വന്നിട്ടുണ്ട് കണക്കുകൾ തെറ്റിയിടത്ത് അത്ഭുതങ്ങൾ ചെയ്യാൻ. സാമ്പത്തിക മേഖലയെ കണക്കുകൾ തെറ്റാം. ലോൺ എടുത്തപ്പോൾ നമുക്ക് പ്രതീക്ഷ ലോൺ അടച്ചു തീർക്കാവുന്നുള്ള പ്രതീക്ഷയിലാണ് കാര്യങ്ങൾ ചെയ്തത്. എന്നാൽ ലോൺ അടയ്ക്കാൻ കഴിയാത്തതുപോലെ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞപ്പോൾ ഇന്ന് ഉള്ളതുകൂടെ പോകുന്ന ജപ്തിയുടെ ഭീഷണിയിലായിരിക്കാം. പക്ഷേ യേശു വന്നിട്ടുണ്ട്. കണക്കുകൾ തെറ്റിയ സാമ്പത്തിക മേഖലയിൽ അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് കർത്താവ് വന്നിട്ടുണ്ട്. കണക്കുകൾ തെറ്റിയിടത്ത് പ്രവർത്തിക്കാൻ യേശു വന്നിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും ഈ രാത്രി ഒരാൾ പോലും വെറുതെ ഇരിക്കരുത്. എല്ലാവരും കണ്ണുകൾ അടച്ച് ദൈവസന്ധിയിലേക്ക് നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി മനസ്സിനെ ഏകാഗ്രമാക്കി പറ, ഇന്നിടത്ത് എൻ്റെ കണക്ക് തെറ്റി, ഇന്ന മേഖലയിൽ എൻ്റെ കണക്ക് തെറ്റി, ഇന്ന മേഖലയിലാണ് എൻ്റെ കണക്ക് തെറ്റിയത്. ആ മേഖല യേശുവിനോട് പറയുമ്പോൾ ഇന്ന് രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയാക്കി കർത്താവ് മാറ്റും. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് അവിടേക്ക് ദൈവത്തെ ക്ഷണിച്ചാട്ടെ. കർത്താവേ, ഇന്നിടത്താണ് എൻ്റെ കണക്ക് തെറ്റിയത്. എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു എൻ്റെ കുഞ്ഞിനെക്കുറിച്ച്, പക്ഷേ കണക്കുകൾ തെറ്റി. എൻ്റെ വലിയ പ്രതീക്ഷയായിരുന്നു ആ ബിസിനസ്സിനെക്കുറിച്ച്, കണക്കുകൾ തെറ്റി. വലിയ പ്രതീക്ഷയായിരുന്നു ആ വസ്തു വിറ്റ് പോകുമെന്നുള്ളത്, കണക്ക് തെറ്റി. അതോടുകൂടി എല്ലാം അടിയട പറഞ്ഞു. എല്ലാത്തിനും ഒരു തകർച്ചയായി. കണക്കുകൾ തെറ്റാൻ തുടങ്ങി. ഒന്ന് തെറ്റിയാൽ എല്ലാം തെറ്റും. പക്ഷെ എത്ര തെറ്റിയാലും തെറ്റാത്ത കണക്കുകളുള്ള ഒരുവൻ പിഴയ്ക്കാത്ത ചുവടുകളുമായി നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് ഇന്ന് രാത്രി നടന്നു വരുന്നുണ്ട്. ഷഖാന, ഹന്തന, റിഗ, ലഗതന. എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊരു പ്രസംഗമായിട്ട് ഇന്ന് രാത്രി കാണരുത്. ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുകയല്ല, ശുശ്രൂഷിക്കാൻ നിൽക്കുകയാണ്. എൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി നിൽക്കരുത്. എന്നാൽ അതിനപ്പുറത്ത് ഇന്ന് രാത്രി യേശു കർത്താവിൻ്റെ ഇടപെടലുകൾ അനുഭവിക്കുക. ഈ അടയാളങ്ങൾ ഓരോന്നും പറയുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ആ അടയാളങ്ങൾ അനുഭവങ്ങളായി മാറുവാൻ ദൈവം ഇടയാക്കും. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ.
അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. ഓരോ വ്യക്തി കുടുംബങ്ങളിലേക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയായി മാറണം. നിങ്ങൾ ദൈവത്തോട് വ്യക്തിപരമായി പറഞ്ഞ്, യേശുപജ, യേശു കർത്താവേ, ഇന്നടത്താണ് എൻ്റെ പ്രശ്നം കിടക്കുക, ഇന്ന മേഖലയിലേക്ക് അങ്ങൊന്ന് വരണമേ. എൻ്റെ ശുശ്രൂഷ മേഖലയിൽ, എൻ്റെ സഭാ പരിപാലനത്തിൽ, എൻ്റെ സഭയിലുള്ള ഇന്ന കുടുംബത്തിൻ്റെ ആ പ്രതിസന്ധിയിലേക്ക് ഇന്ന് രാത്രി കർത്താവ് എഴുന്നള്ളി വരണമേ എന്ന് പറഞ്ഞാൽ, വിളിച്ചാൽ ക്ഷണിച്ചാൽ വരുന്ന ഒരു കർത്താവ്, ഞാൻ നിൻ്റെ വാതിൽക്ക് നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഈ രാത്രി പറയുന്നു, നിന്റെ പ്രശ്നത്തിൽ ഇടപെടാൻ ഞാൻ വന്നിട്ടുണ്ട്. കണക്കുകൾ തെറ്റിയെടുത്ത് റിഗനം ശകനം ദിഗനം രഗജം രഗനം ശാനം ധേനം റിഖന്ദാനം രഗജം രഗനം ഹതനം റിഗജം ശകനം. എല്ലാവരും പ്രാർത്ഥിച്ച് ഈ ശബ്ദം കേൾക്കുന്ന, ഓൺലൈനിലൂടെ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ രാത്രിയായത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കണക്കുകൾ തെറ്റിയവരാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള കണക്കുകൾ തെറ്റിയോ? സഹോദര സഹോദരി പിതാവേ, നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള, ആയുസ്സിനെക്കുറിച്ചുള്ള കണക്കുകൾ തെറ്റിയോ? നിങ്ങളുടെ ബിസിനസ്സിനെക്കുറിച്ചുള്ള കണക്ക് തെറ്റിയോ? നിങ്ങളുടെ സാമ്പത്തിക അതിൻ്റെ അടിത്തറകളെക്കുറിച്ചുള്ള അതിൻ്റെ കണക്കൂട്ടുകൾ തെറ്റിപ്പോയോ? നിങ്ങളുടെ ജോലിയെക്കുറിച്ചുള്ള കണക്കുകൾ തെറ്റിയോ? നിങ്ങളുടെ കുഞ്ഞിനെ കെട്ടിച്ചയച്ച വീട്ടിൻ്റെ കണക്കുകൾ തെറ്റിയോ? നിങ്ങളുടെ ദാമ്പത്യത്തിൻ്റെ കണക്ക് തെറ്റിയോ? പക്ഷേ യേശു വന്നിട്ടുണ്ട്, കണക്കുകൾ തെറ്റാത്ത കർത്താവ്. ക്ഷണിക്കുക, ഇന്ന മേഖലയിലേക്ക് യേശുവെ വരണമേ, എൻ്റെ ആരോഗ്യ മേഖലയിലേക്ക് യേശു വരണമേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ദാമ്പത്യ മേഖലയിലേക്ക് യേശു വരണമേ, അവരുടെ സ്വഭാവത്തിലേക്ക് യേശു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ അടയാളം നമ്മൾ കാണുന്നു യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അടയാളങ്ങളിൽ രണ്ടാമത്തത് 4-ാമത്തെ അധ്യായത്തിൻ്റെ 54-ാമത്തെ വാക്യം. യേശു യഹൂദയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് രണ്ടാമത്തെ അടയാളമായിട്ട് ചെയ്തു. രണ്ടാമത്തെ അടയാളം, 1 കണക്കുകൾ തെറ്റിയെടുത്ത് ദൈവം പ്രവർത്തിച്ചു. 2 കാണുകയാണ്. 46 ഗലീലയിലെ കാനാവിൽ വന്നു. അവിടെ മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കവർന്നഭൂമിയിലുണ്ടായിരുന്നു. യേശു യഹൂദദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവൻ്റെ അടുക്കൽ ചെന്നു. തൻ്റെ മകൻ മരിപ്പാറായിരിക്കെ കൊണ്ട് വന്ന് അവനെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിച്ചു. യേശു കർത്താവ് അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. രാജപുത്രൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പ് വരണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. അവൻ പോകയിൽ അവൻ്റെ ദാസന്മാർ അവനെ എതിരേറ്റു. മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു ഭേദം വന്ന നാഴിക അവനോട് ചോദിച്ചതിന് അവൻ അവരോട്, ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ആകയാൽ നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പം ഗ്രഹിച്ച് താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു. യേശു യഹൂദയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് രണ്ടാമത്തെ അടയാളമായിട്ട് ചെയ്തു. ഒരു രാജഭൃത്യൻ യേശു കർത്താവിൻ്റെ അടുക്കൽ വരികയാണ്. അവന് രോഗിയായിരുന്ന ഒരു മകനുണ്ടായിരുന്നു. കവർന്നഭൂമിയിൽ നിന്നാണ് വരിക. രോഗിയായിരുന്ന ഒരു മകനുണ്ടായിരുന്നു. അവനെ വന്ന് അങ്ങ് മരിപ്പാറിരിക്കുകയാണ്. പനി വന്ന് കൂടി മരിക്കാറിരിക്കുകയാണ്. സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, പൊയ്ക്കോ, നീ പൊയ്ക്കോ, നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് അവൻ പോയി. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്നുള്ള വാക്ക് വിശ്വസിച്ചു. യേശുവിൻ്റെ വാക്കിന് ഭയങ്കര ശക്തിയാണ്. വിശ്വസിച്ച് പോയപ്പം താണ്ട് രാജഭൃത്യൻ്റെ ദാസന്മാർ വരികയാണ്. അവനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് കുഞ്ഞെന്തായി? അപ്പൻ ഈഗറായിട്ട് അന്വേഷിക്കുക, മകൻ്റെ അവസ്ഥ എന്തായി? അവർ പറഞ്ഞു, പനി മാറി. അപ്പം ദീർഘദൂര യാത്രയാ, കഫർനഹൂം കാനായിലേക്ക് വരികയാണ്. ഇത് രണ്ടാമത്തെ അടയാളം. യേശു യഹൂദയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് രണ്ടാമത്തെ അടയാളമായിട്ട് ചെയ്തു. ഗലീലയിലെ കാനാവിൽ വന്നു, കഫർനഹൂമിൽ നിന്ന് വന്നത്. അപ്പോൾ തിരിച്ച് കഫർനഹൂമിൽ ചെല്ലാൻ വേണ്ടി സമയമെടുത്തു. ഇന്നത്തെ പോലെ വണ്ടികളൊന്നുമില്ല, നടന്നോ ഒക്കെ പോകണം. അങ്ങനെ ചെല്ലുമ്പോൾ സമയമെടുത്തു. ദാസന്മാർ വരുന്നു, എങ്ങനെയുണ്ട് കുഞ്ഞിന് സുഖമായെന്ന് പറഞ്ഞു. എപ്പോൾ സുഖമായി? അവർ പറഞ്ഞു, ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ഇന്നലെ 7 മണി എന്ന് പറയുമ്പോൾ അവന് മനസ്സിലായി അത് യേശു കർത്താവ് അവനോട്, പൊയ്ക്കോ, നിൻ്റെ മകൻ സുഖപ്പെട്ടു എന്ന് പറഞ്ഞ നാഴികയിൽ അവിടെ സൗഖ്യം വന്നു. അത് വിശ്വസിച്ചവൻ, ആ കുടുംബമൊക്കെയും വിശ്വസിച്ചു. അടയാളങ്ങളിൽ രണ്ടാമത്തെ അടയാളം അതെന്താണ്? കർത്താവിന് ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, അങ്ങ് അകലെ ഒരത്ഭുതം ചെയ്യാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ പ്രത്യേകത, നാം ഒരിടത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ഒരു വാക്ക് പറഞ്ഞാൽ അകലെ ഒരു ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യും.
ഈ രാത്രി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീടുകളിലാകട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ജോലി ചെയ്യുന്നിടത്തോ പഠിക്കുന്നിടത്തോ ആകട്ടെ, നിങ്ങളുടെ ജോലി മേഖലയിലാകട്ടെ, അകലെ ഒരത്ഭുതം ചെയ്യാൻ കഴിവുള്ള കർത്താവ് വന്നിട്ടുണ്ട്. അകലെ ഒരത്ഭുതം ചെയ്യാൻ കഴിവുള്ള കർത്താവ് വന്നിട്ടുണ്ട്. അകലങ്ങളിൽ പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവം. കഫർനഹൂം കാന ഏതാണ്ട് 10-27 കിലോമീറ്റർ ദൂരം, നല്ല ദൂരമാണ്. ഞാൻ ഈ ഒരു ഭാഗം വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രത്യേക ജീവിത സാഹചര്യത്തിലാണ് ധ്യാനിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു രാത്രിയുടെ നിശബ്ദത. ഒരു ശനിയാഴ്ച രാത്രി, പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. ഞാൻ തിങ്കളാഴ്ച ഒരു യാത്രയ്ക്ക് പോവുകയാണ്. ദീർഘദൂര യാത്രയാണ്. ആഴ്ചകൾ കഴിയും തിരിച്ചു വരാൻ. അപ്പോൾ അത് ക്രമീകൃതമായ ഒരു യാത്ര. അതിനുവേണ്ടി എളിയദാസം പോവുകയാണ്. പോകുന്ന സമയത്ത് നാളെ പോകണം എന്നുള്ളത് പറയുമ്പോൾ പാസ്റ്റർ എന്ന നിലയിൽ നാളെ സഭയിൽ അത് പറയുകയും ക്രമീകരിക്കുകയെല്ലാം ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ശനിയാഴ്ച വൈകുന്നേരം എൻ്റെ സഹോദരിയെ കാണാൻ പോയി. അവളൊന്ന് ഡയാലിസിസ് ചെയ്യുകയാണ്. തീരെ ക്ഷീണിതയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ ഞാൻ അവളെ കാണാൻ കയറിയപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നീ നാളെ പോവുകയാണെങ്കിൽ പോകണം, പക്ഷേ ഒരു കാര്യം ആലോചിച്ച് തീരുമാനിച്ചിട്ട് വേണം പോകാൻ. എനിക്ക് തീരെ വയ്യ, ശ്വാസം മുട്ടല. മിക്കവാറും നീ വരുന്നതിന് മുമ്പ് ഞാൻ മരിക്കുകയാണെങ്കിൽ നിന്നെ കാത്തിരിക്കണോ അതോ ബോഡി വെക്കണോ? അപ്പം നീ വരുമോ വരത്തില്ലയോ? ഇതെല്ലാം പറഞ്ഞ് തീരുമാനിച്ചിട്ട് വേണം പോകാൻ. എനിക്ക് തീരെ വയ്യ. അവൾ ICUവിലാണ്. ചെറിയ ഈ വെന്റിലേറ്റർ സമാനമായ സംവിധാനമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ ശ്വാസം മുട്ടുകയാണ്. ഞാൻ ആ രാത്രി വല്ലാതെ നുറുങ്ങി. നാളെ ഹോളി പറയണോ? പക്ഷെ പോയില്ലെങ്കിൽ ഒക്കത്തില്ല. ക്രമീകരിക്കപ്പെട്ട മീറ്റിംഗാണ്, വിദേശത്താണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മറ്റൊരാളെ പെട്ടെന്ന് കിട്ടത്തില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയില്ല. ഞാൻ ആ രാത്രി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക. രാത്രി 2-3 മണിയായി. വെറുതെ വേദവസം തുറന്നിങ്ങനെ വായിച്ചപ്പോൾ ഈ ഭാഗമാണ് എൻ്റെ കണ്ണിൽ പെട്ടത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ കഫർനഹൂം കാനായുടെ ദൂരം നോക്കിയപ്പോൾ ഏകദേശം കൃത്യമായിട്ട് ഞാനും എൻ്റെ പെങ്ങൾ കിടന്ന ഹോസ്പിറ്റലുമായിട്ടുള്ള ദൂരമാണ്. അപ്പോൾ എനിക്ക് പിടികിട്ടി കർത്താവ് ഇടപെടുകയാണ്. ആ ഉറപ്പിലാണ് ഞാൻ പോയിട്ട് വന്നത്. ഞാൻ പോയിട്ട് വരുന്നിടം വരെയും കർത്താവ് സൂക്ഷിച്ചു. എനിക്കൊരു കർത്താവിനെ അറിയാം. ഇവിടെ നിന്നുകൊണ്ട് ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ അകലെ അത്ഭുതം ചെയ്യാൻ കഴിവുള്ളൊരു കർത്താവ്, അകലെ അത്ഭുതം ചെയ്യുന്ന കർത്താവുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പൊന്നു മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, കൂടപ്പുറപ്പുകളെ, ഇന്ന് രാത്രി നാം ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, കട്ടപ്പന ടൗൺ ഹാളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ അകലെ ഒരു അത്ഭുതം ചെയ്യുന്ന കർത്താവ്. എപ്പോഴാണ് പനി വിട്ടുമാറിയത്? ഇന്നലെ 7 മണിക്ക് വിട്ടുമാറി. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിക്കണം. എവിടെയാണ് എൻ്റെ വിടുതൽ നടക്കേണ്ടത്? ആ ദേശത്തെ ഒക്കുമെങ്കിൽ ആ ദിക്കിലോട്ടൊന്ന് കൈ ചൂണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, മനസ്സുകൊണ്ട് ആ ദിക്ക് എവിടാന്നൊക്കെ ഒന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ദിക്കിലേക്ക് കൈ ചൂണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്ര കിലോമീറ്റർ അപ്പടെ എൻ്റെ ആ പ്രശ്നം കിടക്കുകയാണ്. അതൊരു പക്ഷേ കടലിനക്കരെ ആയിരിക്കാം, ഗൾഫിലായിരിക്കാം, അത് വിദേശത്തായിരിക്കാം, എവിടെയാകട്ടെ അവിടെ ഒരു പ്രവൃത്തി ചെയ്യാൻ കർത്താവിന് കഴിയും. അകലെ ഒരു അത്ഭുതം ചെയ്യാൻ. ആ രാജഭൃത്യൻ്റെ സിമ്പിൾ ഫെയ്ത്താണ്. അവൻ വിശ്വസിച്ചു. എൻ്റെ യേശുവിൻ്റെ വാക്ക് പറഞ്ഞു, പൊയ്ക്കോ, നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു. അവൻ പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ കുഞ്ഞ് മരിപ്പാറായി, ഇനി ചെല്ലുമ്പം ശവമാണോ കാണുക, പക്ഷേ കർത്താവ് പറഞ്ഞു, പൊയ്ക്കോ, നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ആ വാക്ക് അവൻ വിശ്വസിച്ച് പോയി. ചെന്നപ്പം കണ്ടത് പനി വിട്ട് മാറിയ കുഞ്ഞിനെയാണെങ്കിൽ ഈ രാത്രി ഇവിടെ നിന്ന് കൊണ്ട് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി അകലെ അടയാളങ്ങൾ കർത്താവ് ചെയ്യും. അകലെ ഒരു അടയാളം കർത്താവിന് ചെയ്യും. കരമുയർത്തി പ്രാർത്ഥിച്ച് എനിക്കറിയാം, ഒരു പ്രശ്നങ്ങളും ജീവിതത്തിൽ ഇല്ലാത്തവർക്ക് ഇത് ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് വലിയ സ്വീകാര്യമായിട്ട് തോന്നത്തില്ല. അവർ ചിലപ്പം പറയും, വചനത്തിൽ ആഴമില്ലായിരുന്നു, ഭയങ്കര മർമ്മങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ ഒരു മർമ്മം ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രതിസന്ധികളിൽ ചങ്ക് നുറുങ്ങി കർത്താവെ എന്ന് വിളിക്കുമ്പോൾ അകലെ അത്ഭുതങ്ങൾ നടക്കുന്ന കണ്ടിട്ടുണ്ട്. ഈ രാത്രി അകലങ്ങളിൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. കരമുയർത്തി പ്രാർത്ഥിച്ച്, എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ച്, നിങ്ങളുടെ പ്രശ്നം എവിടെയാണ് കുഞ്ഞേ? ആ പ്രശ്നത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. കർത്താവ്, ഇന്നിടത്താണ് എൻ്റെ പ്രതിസന്ധി കിടക്കുക, ഇന്നിടത്ത് എൻ്റെ കുഞ്ഞു രോഗിയാണ്, ഇന്നിടത്ത് എൻ്റെ പ്രിയപ്പെട്ടവന് പ്രശ്നമാണ്, ഇന്നിടത്ത് എൻ്റെ പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ ഇന്നാര് ഒരു പ്രതിസന്ധി കിടക്കുക. ഒരിക്കലും എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ, അറിയാതെ പറഞ്ഞു, അല്ലെങ്കിൽ ആത്മനിയോഗത്തിൽ പറഞ്ഞു, അറിയാതെന്ന് ഞാൻ പറയുന്നത് ശരിയല്ല, അങ്ങ് ദൂരെ ജയിലിൽ കിടക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും.
അന്നേരം പിന്നൊരു സാക്ഷ്യം കേട്ടു. ആ ദിവസം തന്നെ അങ്ങ് ഗൾഫിൽ വർഷങ്ങളായി ജയിലിൽ കിടന്ന ഒരമ്മയുടെ മകനെ അത്ഭുതകരമായിട്ട് റിലീസ് ദൈവം കൊടുത്തു. അത്ഭുതകരമായ റിലീസ് കൊടുത്തെങ്കിൽ അകലെ ഒരത്ഭുതം ചെയ്യാൻ ദൈവത്തിന് കഴിയും. ഉന്നതനും അതിൻ്റെ മുകളിൽ അത്യുന്നതനും ജാഗരിക്കുന്നു. രാജാക്കന്മാരുടെ ഹൃദയത്തെ നീർത്തോട് പോലെ തിരിക്കുന്നു ദൈവം. ഈ രാത്രി അകലെ ഒരത്ഭുതം ചെയ്യാൻ പോകുകയാണ്. അകലെ ഒരത്ഭുതം ചെയ്യും. ഞാൻ എൻ്റെ വാക്കല്ല, ആകാശം ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോകാത്ത അടയാളങ്ങളിൽ രണ്ടാമത്തേതാണെങ്കിൽ ഞാനിത് പ്രസംഗിക്കുമ്പോൾ അടയാളങ്ങൾ ഇത് 2 ലക്ഷത്തിലല്ല, 2 കോടിയല്ല, 20 കോടിയല്ല, 2000 കോടിയല്ല, എത്രയോ പേരുടെ ജീവിത പ്രശ്നങ്ങളിൽ അകലെ ഇടപെട്ട ദൈവം ഈ രാത്രി വന്നിട്ടുണ്ട്. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, എല്ലാവരും പ്രാർത്ഥിച്ച്. ശബാല ഹംതന റിക നഗതന അർഘന ദിഗന രഗന റബന ശകന. ഇവിടുന്ന് പുറപ്പെടുന്ന വചനത്തിൻ്റെ ശക്തി അവിടെ ഒരത്ഭുതം ചെയ്യുകയാണ്. തല്ലീഥ കുമി, ബാല എഴുന്നേക്കുക, എഫേത്ത തുറന്നു വരട്ടെ, പൊയ്ക്കോ, നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ അകലെ 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 റഗന ഹതന റിഗന റബന ഹതന റിബന ശബന ഹതന. അകലങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവകൃപ അനുഭവിക്കാൻ കഴിയും. കണ്ണുകളടച്ച് എനിക്കിന്ന് രാത്രി കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ അകലെ ഒരു വിടുതലുണ്ട്, ആ വിഷയം ഇന്നതാ. അങ്ങനെ പ്രാർത്ഥിക്കേണ്ടവർ വ്യക്തിപരമായി കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അത് കർത്താവോട് പറയണം. കാരണം കർത്താവ് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ നിനക്ക് എന്താ ചെയ്യണ്ടേ, നിനക്ക് ഞാൻ എന്താ ചെയ്യണ്ടേ, നീ എന്തിനാ കരയുന്നേ, നീ എന്തിനാ കരയുന്നേ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? കർത്താവേ, ഇന്നിടത്താണ് എൻ്റെ പ്രശ്നം, ഇന്ന സ്ഥലത്ത് എൻ്റെ പ്രശ്നം കിടക്കുക. അത് വീട്ടിലായിരിക്കാം, വിദേശത്തായിരിക്കാം, എവിടെയാകട്ടെ. കർത്താവേ, അങ്ങയുടെ സ്പർശനം എനിക്ക് ആവശ്യമാണ്. അത് ദൈവത്തോടൊന്ന് പറഞ്ഞേ. മനമുരുകി, ഹൃദയം നുറുങ്ങി രാത്രി അത് യേശു കർത്താവിനോട് പറയുന്ന ഓരോരുത്തർക്കും വേണ്ടി ആത്മാവിനോട് പറയുന്ന അങ്ങ് അകലെ ഒരു ബന്ധനമഴി, അകലെ ഒരു കെട്ടുപൊട്ടും. എൻ്റെ ശുശ്രൂഷയിൽ അത് കണ്ടിട്ടുണ്ട്. അകലങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കുന്നേ, അകലങ്ങളിൽ അത്ഭുതം നടക്കുന്നേ, അകലങ്ങളിൽ അത്ഭുതം നടക്കുന്നേ. രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയും ഇപ്പോൾ അകലങ്ങളിൽ അത്ഭുതം നടക്കട്ടെ, അകലങ്ങളിലൊരു അത്ഭുതം നടക്കട്ടെ. ശരദരബന ഹംദന ദിഗാനഗദന ഹത്തന. അവിടെയാണ്, അവിടെ ഒരു അത്ഭുതം നടക്കണം, അവിടെ ഒരു അത്ഭുതം നടക്കണം, അവിടെ അകലെ ഒരു അത്ഭുതം നടക്കണം. ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് എൻ്റെ കുഞ്ഞുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവനുണ്ട്, എൻ്റെ കൂടപ്പിറപ്പുണ്ട്, അല്ലെ എൻ്റെ ഇന്ന പ്രതിസന്ധി അവിടെയാ, അവിടെ ഒരു അത്ഭുതം നടക്കണമേ. യേശു കർത്താവ് അടയാളങ്ങളിൽ രണ്ടാമത്തേത് ചെയ്തത് ഇന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അടയാളമാണ്. അകലങ്ങളിൽ ദൈവം പ്രവർത്തിക്കും. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ. കൃത്യമായ ഒരു ശുശ്രൂഷ അനുഭവം പങ്കുവയ്ക്കുന്ന ഈ സന്തോഷമുണ്ട്. പക്ഷെ അത് ഒരനുഭവമല്ല, സമാനമായ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഒരിടത്ത് ഒരു ശുശ്രൂഷ നടക്കുകയാണ്. അത് കുഞ്ഞുങ്ങളും പേരൻസും എല്ലാം ഉള്ളൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ ലളിതാസൻ ശുശ്രൂഷിക്കുമ്പോൾ ഒരു വലിയ ആത്മപ്രവൃത്തി വെളിപ്പെട്ടു. ആൾക്കാർ കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൃപയാൽ ആ യോഗം ഏറെ അർദ്ധരാത്രി വരെ നീണ്ടു. 11 മണി, 11:30, 12 മണി ഇങ്ങനെ പോകുകയാണ്. കുടുംബങ്ങളായി നിന്ന് പ്രിയപ്പെട്ടവർ കരയുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധി ആരും ഒന്നും ചെയ്യുന്നില്ല. ഒരു ദൈവാത്മ പ്രവൃത്തി നടക്കുക. അങ്ങനെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞവർ കുറേശ്ശെയായി പിരിയുന്നു. ഇങ്ങനെ യോഗം പോവുകയാണ്. പ്രാർത്ഥന 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 പ്രാർത്ഥന. അപ്പോൾ ഒരമ്മ, ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നെ കാണാൻ വേണ്ടി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. വളരെ ആഠ്യത്വമുള്ള ഒരമ്മ. ആ അമ്മ എന്നോട് പറഞ്ഞു, പാസ്റ്ററോട് എനിക്കൊന്ന് പേഴ്സണലി സംസാരിക്കണം. ഞാൻ ചോദിച്ചെന്താണ്? അവർ പറഞ്ഞ സാക്ഷ്യം ഭയങ്കര സാക്ഷിയാണ്. അവിടെ മകള് മിടുക്കിയായിട്ട് കുഞ്ഞ് പുറത്ത് പഠിക്കുക. അപ്പോൾ മകള് വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അവരുടെ കൂടെ ഉണ്ട്. അവർ ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷേ അമ്മയ്ക്ക് അതിനകത്തൊരു അസ്വസ്ഥതയുണ്ടായി.
വിശ്വാസ പശ്ചാത്തലങ്ങളിൽ നിന്നൊക്കെ അന്യപ്പെട്ട ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അമ്മയല്ലേ, അമ്മ കുറേ കൂടെയൊക്കെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ അനുഭവങ്ങളും ജീവിതമൊക്കെ കണ്ട അമ്മയല്ലേ. അമ്മ കുഞ്ഞിനോട് പറഞ്ഞു, കുഞ്ഞെ ഇത് അത്ര നല്ല ഒരു ബന്ധമല്ല, ഇത്രയും അടുപ്പം പാടില്ല. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മയ്ക്ക് എന്താ അറിയാം അമ്മ, ഐ എം മെച്യൂർഡ് എനഫ്, ഐ നോ ഹൗ ടു ഹാൻഡിൽ മൈസെൽഫ്, ഐ നോ ഹൗ ടു കൺട്രോൾ ദ സിറ്റുവേഷൻ, ഹീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അമ്മ പറഞ്ഞു, എന്ത് ബെസ്റ്റ് ഫ്രണ്ടാന്നേരം എനിക്കറിയാം, യു ആർ ഇൻ ഡേഞ്ചർ. പക്ഷേ അവർ അത് സമ്മതിച്ചില്ല. ഇവിടെ എല്ലാവരും കരയുമ്പം അമ്മ ഇവിടുന്ന് ഒത്തിരി കരഞ്ഞിരിക്കുമ്പോൾ 10-11 മണി ആയപ്പോൾ അമ്മയുടെ ഫോണിൽ ഒത്തിരി കോള് വരുന്നു. നോക്കിയപ്പോൾ കുഞ്ഞാ. അമ്മ ഇറങ്ങി എടുത്ത് ചോദിച്ചു, എന്താ മക്കളെ, അമ്മ ഈ പാതിരാത്രിക്ക് ഇപ്പോൾ എവിടാ? അമ്മ ഹോളിൽ 11 മണി കഴിഞ്ഞ്. അതേ മക്കളെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, ഭയങ്കര അന്തരീക്ഷമാണ്. ആണോ? അമ്മ എന്തെടുക്കുക? അമ്മ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലാതെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ? സമാധാനമായല്ലോ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങൾക്ക് സന്തോഷമായല്ലോ, നിങ്ങൾക്കങ്ങ് സമാധാനം ആയല്ലോ. അമ്മ ചോദിച്ചു, എന്ത് പറ്റി മോളെ, അമ്മയ്ക്ക് എന്ത് പറ്റി? നിങ്ങൾക്ക് സന്തോഷമായല്ലോ, നിങ്ങളുടെ പ്രാർത്ഥന സന്തോഷമായി. എന്നാ? ആ ചെറുക്കൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഇവിടം കൊണ്ട് നമ്മുടെ ബന്ധം അവസാനിപ്പിക്കുക. അത് വിട്ടു. അതിൻ്റെ സങ്കടം അവൾ അമ്മയോട് തീർക്കുക. അമ്മയ്ക്ക് കേൾക്കാം, അവൾ വാഷ്റൂമിൽ പോയിട്ട് എടുത്തെറിഞ്ഞ് ഛർദ്ദിച്ച് ആ കുഞ്ഞ് എങ്ങനെയോ സ്വതന്ത്രരാകുക. പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് അമ്മ ഉരുകിയപ്പോൾ അവിടെ ഒരു കെട്ടുപൊട്ടി. ഇവിടെ നിന്നുകൊണ്ട് അമ്മ ഉരുകിയപ്പോൾ ഉപദേശത്തിനും കൗൺസിലിങ്ങിനും വഴക്കിനും പുറകെ നടന്നിട്ട് ഒന്നും കഴിയാത്തതിൻ്റെ ഒരു കെട്ട് അവിടെ പൊട്ടിയെങ്കിൽ അത് അനുഭവമാണെങ്കിൽ, അങ്ങനെ സമാനമായ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഈ രാത്രി ആകലെ പ്രവർത്തിപ്പാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. രാജഭൃത്യൻ്റെ മകനെ ആകലെ സുഖപ്പെടുത്തിയ ദൈവം സാധുക്കളായ ദൈവമക്കളെ ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൂരെ അത്ഭുതങ്ങൾ ചെയ്യും. കരമുയർത്തി പ്രാർത്ഥിച്ച്, എല്ലാവരും കരമുയർത്തി പ്രാർത്ഥിച്ച്. ഒരാൾ പോലും വെറുതെ ഇരിക്കരുത്. കാഴ്ചക്കാരായോ കേൾവിക്കാരായോ മാത്രം ഇരിക്കരുത്. ദൈവപ്രവൃത്തി അകലങ്ങളിൽ നടക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വിഷയത്തെ സ്തോത്രത്തോടെ ഏൽപ്പിച്ച്, ആ സ്ഥലം പറഞ്ഞ്, ആ പ്രശ്നം പറഞ്ഞ്, ആ പ്രതിസന്ധി മറിഞ്ഞ്, ഇന്ന ദിവസം, ഇന്ന് ഫെബ്രുവരി മാസം 15-ാം തീയതി രാത്രി 8:30 മണിക്ക് കട്ടപ്പന ഹോളിൽ ഇരുന്ന് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അകലെ അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ വാർത്ത കർത്താവ് നിങ്ങളുടെ കാതുകളിൽ കേൾപ്പാൻ ഇടയാകും. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇത് സംഭവിക്കട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. അകലെ അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവേ, അങ്ങയുടെ നാമത്തെ ഉയർത്തണമേ. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി, അതിവേഗം ഓടുന്ന വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ ഈ ദൈവമക്കൾ മനസ്സുരുകി ഈ വചനം കേട്ടിട്ട് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ അവർ ദൈവകരങ്ങൾ ഉയർത്തുന്ന ആ വ്യക്തികൾക്ക് വേണ്ട വിടുതൽ, ആ പ്രശ്നങ്ങളുടെ പരിഹാരം അകലെ ഒരു നല്ല വാർത്തയായി കേൾക്കുവാൻ ദൈവം എത്രയും വേഗത്തിൽ ഇടയാക്കണേ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. വചനമയച്ച് വിടിവിക്കുന്ന ദൈവപ്രവൃത്തി അകലങ്ങളിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. യേശു കർത്താവേ, അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അകലെ ഒരു വിടുതൽ. യേശുവിനെ ക്ഷണിക്കുക. യേശുവിനോട് പറയുക, യേശു കർത്താവേ, ഇന്നതാണ് എൻ്റെ പ്രശ്നം, ഇന്നടത്താണ് എൻ്റെ പ്രശ്നം. അവിടേക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക. ഹല്ലേലൂയ.